സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മാത്യു ചെമ്പുകണ്ടവും മാരിയോയും ജോൺസൺ തേക്കടിയിൽ അച്ഛനൂടെ കൂടി നടത്തിയ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ചെമ്പുകണ്ടം ചോദിക്കുന്നതിനെല്ലാം മാരിയോ ജോസഫ് എല്ലാ രീതിയിലും മറുപടികളൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ വോയിസുകൾ കേട്ടാലറിയാം എഡിറ്റഡ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ മാത്യു ചെമ്പുകണ്ടം കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താനുണ്ട്. ചെമ്പുകണ്ടം അതിന് മറുപടി തരാൻ യോഗ്യത ഉണ്ടെങ്കിൽ പറയുക. ചെമ്പുകണ്ടം പറഞ്ഞത് ആ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ജീവിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അവന്മാർക്ക് ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങൾ കുത്തിപ്പൊക്കുക, അത് കൂടുതൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യവരുമാനം ഉണ്ടാകും. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ക്രിസ്തീയതയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കുറേ നികൃഷ്ടന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ ചെയ്യുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. നമുക്കിപ്പം നിയന്ത്രിക്കാനായിട്ട് കഴിയാത്ത ഒരു മേഖലയാണ്. നമ്മൾ ഈ സംസാരം പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇനി ഇതിനെ ഏത് രീതിയിലാണ് ഒരു കൈകാര്യം ചെയ്യുന്നതെന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഭാഗത്തെ ഒരിക്കലും അവരുടെ ചോദ്യങ്ങളും അവസാനിക്കത്തില്ല. അവരുടെ ഈ അനാത്മീയതയും അക്രൈസ്തവികതയും ഒരു കാരണവശാലും അവർ അവസാനിപ്പിക്കത്തുമില്ല. അതുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താം. വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. ചെമ്പുകണ്ടം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. അവന്മാർക്ക് ഇതുപോലുള്ള വിവാദ വിഷയങ്ങൾ കുത്തിപ്പൊക്കുക, അത് കൂടുതൽ ഷെയർ ചെയ്താൽ പരസ്യവരുമാനം ഉണ്ടാകും. ആ ഒരു ലക്ഷ്യത്തോടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കുറേ നികിഷ്ടന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ ചെയ്യുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇതിന് പിന്നിലുള്ളത്. നമുക്ക് ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത മേഖലയാണ് ഈ സംസാരം. ഈ സംസാരം പുറത്തു വിട്ടാൽ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ട് ആ വിഭാഗത്ത് ഒരിക്കലും അവരുടെ ചോദ്യങ്ങളും അവസാനിക്കില്ല. അവരുടെ അനാത്മികതയും അക്രൈസ്തതയും ഒരു കാരണവശാലും അവസാനിപ്പിക്കാത്തതുമല്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം എന്നൊക്കെയാണ് മാത്യു ചെമ്പുകണ്ടം അതിൻ്റെ അകത്ത് പറയുന്നത്. മാത്യു ചെമ്പുകണ്ടം, താങ്കൾ ഇത്രത്തോളമൊക്കെ സോഷ്യൽ മീഡിയയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും മാത്രമായോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു കാലത്ത് മാത്യു ചെമ്പുകണ്ടം ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് ഞാനൊക്കെ വായിച്ചിട്ടുള്ളതായിരുന്നു. അല്ല മാത്യു ചെമ്പുകണ്ടം, ഒരു കാര്യം ചോദിക്കട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്നവര് എല്ലാ അനാത്മികതയും ഐക്യസ്തവതയും ആണെങ്കിൽ താങ്കളാണ് അതിലെ ഒന്നാമത്തെ നിർഗിഷ്ടനും അനാത്മികനും അക്രൈസ്തനും മാത്യു ചെമ്പുകണ്ടമാണ്. കാരണം താങ്കൾ തന്നെ പലതിനും മറുപടി സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തിട്ടുണ്ട്. പല ചോദ്യങ്ങളും പലരോടും ചോദിച്ചിട്ടുമുണ്ട്. പലതിനും ചോദ്യവും ഉത്തരവൊക്കെ ആയിട്ട് താങ്കൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. എഴുത്തുകളിലൂടെ വരെ താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം എംബർ ഇമ്മാനുവൽ അറിയാലോ അല്ലേ താങ്കൾക്ക്. താങ്കളത് മറന്നുപോയതായിരിക്കും. എംബർ ഇമ്മാനുവൽ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്യു ചെമ്പുകണ്ടം മറന്നുപോയെങ്കിൽ അത് നോർക്കുന്നത് നല്ലതായിരിക്കും. കാരണം താങ്കളിപ്പോൾ ഈ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ക്രിസ്ത്യാനിറ്റിയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കുറേ നികൃഷ്ടന്മാരെന്നൊക്കെ പറയുമ്പോൾ താങ്കളും ആ കൂട്ടത്തിൽ പെട്ട ആൾ തന്നെയായിരുന്നു. അതിനുശേഷം താങ്കൾ അത് ഇട്ടിട്ടോടി. അതെന്താണെന്ന് എനിക്കറിയില്ല. അതെവിടെ നിൽക്കട്ടെ, അത് വേറൊരു വശം. ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചതുമെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് താങ്കൾക്കറിയാം. താങ്കൾ ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളും താങ്കൾക്കറിയാമല്ലോ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പലതിനും മറുപടി കൊടുത്ത താങ്കൾ ഒരു നികൃഷ്ടനാണെന്ന് ഞാനങ്ങ് മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചെമ്പുകണ്ടം ചോദിക്കുന്നതിന് മാരിയോ പറയുന്നുണ്ട് യേശു ഈസൈൻ രണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ ഇപ്പോഴും തക്കി അടിക്കല്ലേ മാരിയോ? താങ്കൾ ഇപ്പോഴും തക്കിയ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും മാത്യു ചെമ്പുകണ്ടം കൂടെ കൂടിയപ്പോഴത്തേനും വലിയ കുഴപ്പമില്ലാതായിപ്പോയി. അതെന്താ കള്ള് നല്ലതായിക്കോട്ടെ. പക്ഷെ എത്ര വെളുപ്പിച്ചാലും അങ്ങോട്ട് വെളുക്കുന്നില്ലല്ലോ ചെമ്പുകണ്ടം. അതെന്ത് ചെയ്യും? ഇപ്പം മാരിയോ പറയുന്നത് എല്ലാം നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്കിൾ കാരുമറ്റോ അച്ഛനുമായിട്ട് ചെയ്തിരുന്ന വീഡിയോ മൊത്തം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചു. അതിന് ശേഷം മാരിയോ അതേ സ്റ്റാൻഡിൽ തന്നെ വരികയും എനിക്ക് വന്ന കാരുമറ്റോ അച്ഛനുമായിട്ടുള്ള കാര്യമറ്റോ അച്ഛൻ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാരിയുമായിട്ടുള്ള എന്തോ ഒരു ചെറിയ
മറ്റുള്ള ആളുകളുമായിട്ട് പ്രശ്നം വന്നപ്പോൾ കാര്യമറ്റച്ഛൻ എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞു ഞാൻ അത് ആ വീഡിയോ ഒക്കെ അതിനുശേഷം ആ വീഡിയോ ഒക്കെ ഞങ്ങൾ റിമൂവ് ചെയ്തതാ ഇപ്പൊ. എന്നിട്ട് ആ റിമൂവ് ചെയ്ത വീഡിയോ പണ്ട് ആരോ സൂക്ഷിച്ചു വെച്ചത് എടുത്തിട്ടാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. എന്റെ ചാനലിലെ വീഡിയോസ് ഒന്നും ഇല്ല. ഓക്കെ. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയേ. മാരിയോ പറഞ്ഞ 2 വീഡിയോയും ഇപ്പോഴും മാരിയോയുടെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്. മാരിയോ ജോസഫ് ഫിലോക്കാലിയ. മാരിയോ എന്താണ് പറഞ്ഞത്? ജോൺസൺ തേക്കടിയിൽ അച്ഛനുമായിട്ട് മൈക്കിൾ കാര്യമറ്റ അച്ഛൻ സംസാരിച്ചതിന് ശേഷം ഉടനെ അത് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ഇന്നത്തെ പത്രം 2024 ശനിയാഴ്ച 7-ാം തീയതി, ഇന്ന് ചിത്തിര, മാതൃഭൂമി പത്രമാണ്. ഇത് നോക്കുക, 4 വർഷമായിട്ട് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. 4 വർഷമായിട്ട് ഈ വീഡിയോ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. കണ്ടല്ലോ, 4 വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഇത് എന്ത് ചെയ്തിരിക്കുന്നു, ഇത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു എന്ന്. ഇനി ഇത് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയെന്ന് ആരും പറയല്ലേ. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ അനേകം ആളുകളെ യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചും അറിയിക്കാനും പഠിപ്പിക്കാനും മാരിയോ ദൈവം ഉപകരണമാക്കി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ കുറേയേറെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് മാരിയോയ്ക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. എന്നോട് തന്നെ പലരും നേരിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി ഒരു വ്യക്തി കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഭാഷകൾ കുറെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ഖുറാൻ മാത്രം ഹൃദയസ്ഥമാക്കിയിരുന്ന വ്യക്തി ബൈബിൾ പഠിച്ചു. അതുപോലെ തന്നെ സഭാചരിത്രവും സഭയുടെ ഔദ്യോഗിക രേഖകളും എനിക്ക് വാട്സപ്പിലൂടെ രേഖകളും കുറെ പഠിച്ചു, എല്ലാം സ്വന്തം. അതുകൊണ്ട് ചോദിക്കുകയാണ് മാരിയോ, ആരെയാണ് ഈ പറ്റിക്കുന്നത് നിങ്ങൾ? മാത്യു ചെമ്പ് കണ്ടോ, ഈ വെള്ളപൂശൽ ശരിയായില്ല കേട്ടോ. അല്ല, ഡിലേറ്റ് ചെയ്ത വീഡിയോ 4 വർഷമായിട്ട് ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ മാരിയോ. അതെങ്ങനാ മാരിയോ? യേശുവും ഈസയും ഒന്നാണെന്ന്, അത് തെറ്റാണെന്ന് ഇപ്പം മാരിയോയ്ക്ക് തോന്നിയെങ്കിൽ മാരിയോ ഒരു കാര്യം ചെയ്യും. മാരിയോയുടെ ഫിലോക്കാലിയയിലോ അല്ലെങ്കിൽ മാരിയോ ജോസഫ് ഒഫീഷ്യലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഉണ്ടല്ലോ താങ്കൾക്ക്, അതിൻ്റെ അകത്ത് വന്നിട്ട് വിശദമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. അതങ്ങ് വിശദമായിട്ട് പറഞ്ഞാൽ പോരെ. അതെന്താ പറയാൻ മടിക്കുന്നത്? മടിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അടുത്ത തക്കിയ കേട്ടോ, യേശു ഈസേൻ്റെ അണ്ടാണെന്ന് പറഞ്ഞ മാരിയോ പറയുന്നു ഈ ബൈബിളിൽ പറയാത്ത പലതും ഖുറാനിലുണ്ട്, അതും 10 കാര്യങ്ങൾ. അതൊന്ന് കേട്ടു. ബൈബിളിൽ ഇല്ലാത്ത ചില സംഗതി ഖുർആനിലുണ്ട്, അതൊന്ന് പഠിച്ചോ. യേശുവിനെ കുറിച്ച് പറയുന്ന 10 കാര്യങ്ങൾ. കൈയൊന്ന് 10 ഇങ്ങനെ നിവൃത്തി പിടിക്കാവോ? പെട്ടെന്ന് ഒന്ന് പഠിക്കാൻ, സമയം തീർന്നു. കൈ നിവൃത്തി പിടിച്ചോ. ഖുർആൻ പറയുന്നു യേശു ദൈവത്തിന്റെ വചനമാണ്, യേശു ദൈവത്തിന്റെ ആത്മാവാണ്, ജനിച്ചിട്ട് 2-ാം ദിവസം സംസാരിച്ചു. യേശു ബൈബിൾ ലോകത്തിന് നൽകി, ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ നൽകി. യേശു സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോഴും ജീവിക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. 10 കാര്യങ്ങൾ ഈശോയെ കുറിച്ച് ഖുർആനിൽ പഠിപ്പിക്കുന്നതാ. ഒരു യാക്ഷുവ കയ്യടി മാക്സിമം ഉറക്കി ഒന്ന് കൊടുക്കാവോ? പോരാ, ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? കണ്ടോ? അല്ല ചെമ്പ് കണ്ടം, താങ്കൾ വെളുപ്പിക്കാൻ വന്നിട്ട് അങ്ങോട്ട് വെളുക്കുന്നില്ല. ഇതിപ്പോ രാധാ സോപ്പും കൊണ്ട് ചന്ദ്രികാ സോപ്പിനെ കുളിപ്പിച്ച അവസ്ഥയായിപ്പോലോ ചെമ്പ് കണ്ടം. ചെമ്പ് കണ്ടം കൊണ്ടുവന്നത് രാധാ സോപ്പായിരിക്കും, പക്ഷേ ഇത് ചന്ദ്രികാ സോപ്പിട്ട് അങ്ങ് കുളിപ്പിച്ച് പതപ്പിച്ചെന്നുള്ളതല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. ഈ 10 കാര്യങ്ങൾ പറയാൻ പറഞ്ഞല്ലോ. യേശുക്രിസ്തു പക്ഷികളെ ഉണ്ടാക്കി പറപ്പിച്ചു, അല്ലെങ്കിൽ ബൈബിള് തന്നു. ഇതിനൊക്കെ കൊണ്ടാണോ മാത്യു ചെമ്പ് കണ്ടം ഒരു കാലത്ത് വിശ്വാസിയായി ജീവിച്ചത്? മാരിയോ ജോസഫ് ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നോ? അല്ലല്ലോ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും മൂല്യമായിട്ടുള്ളത്. അതില്ലാത്ത യേശുക്രിസ്തുവിനെ നിങ്ങൾ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? 10 കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമില്ല. ഏതാണെന്നറിയോ? സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിച്ചിരിക്കുന്നു. അതില് സ്വർഗത്തിലേക്ക് പോയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വരുമെന്നും പറയുന്നുണ്ട്. വരുന്നത് എന്തിനാണെന്നുള്ളത് അറിയാലോ അല്ലേ?
പന്നിയെ കൊല്ലാനും കുരിശ് തകർക്കാനും ജിസ്യ നിർത്തലാക്കാനുമാണ്. ഇതൊന്നും അറിയാതെ വന്നു കിടന്ന് വെറുതെ സംസാരിക്കരുതേ. അപ്പോൾ ഈ സ്വർഗത്തിലേക്ക് പോയി തിരിച്ചു വരും. ഓക്കെ, അത് ഈ ഈസ എന്ന് പറയുന്നവൻ ഖുറാനിൽ പറയുന്ന കള്ളസാക്ഷ്യത്തിന് കൂട്ടുനിന്ന ഈസ എന്ന് പറയുന്ന ആളായിരിക്കും പോയിട്ടൊക്കെ തിരിച്ചു വരുന്നു. കാരണം ഈസ ഇനിയും തിരിച്ചു വരത്തില്ല എന്ന് വിശ്വസിക്കുന്ന കാദിയാനികളും ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ലോകവ്യാപകമായിട്ട് അവരും ഉണ്ടേ. അതുകൊണ്ട് ഈ 10 കാര്യം എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചപ്പോൾ എവിടെ ഒരു ക്രിസ്ത്യാനിയുടെ നട്ടല്ലായ, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ നട്ടല് വിശ്വാസമായ, ഒത്ത നടുക്ക് നിൽക്കുന്ന വിശ്വാസമായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ളത് എവിടെ? അത് ഇല്ലാത്ത യേശു ഏത് യേശു? അത് ഖുറാൻ്റെ അകത്ത് പറയുന്ന യേശുവാണ്. അവർ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ഈസ മരിച്ചിട്ടില്ല, അവർക്കങ്ങനെ തോന്നിയതേ ഉള്ളെന്ന് പറയുന്ന യേശു. അതുമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ബന്ധമില്ല മാരിയോ, മനസ്സിലായോ? അതുകൊണ്ട് മാത്യു ചെമ്പുകണ്ടത്തിനോടൊരു ചോദ്യം. മാത്യു ചെമ്പുകണ്ടം, നിങ്ങൾ നികൃഷ്ടനും അനാത്മികനും അക്രൈസ്തവനും അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലോ നിങ്ങൾ രണ്ടുപേരും വന്ന് ഇതിന് മറുപടി പറയാം. ഒരു 8 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. എല്ലാവർക്കും വിശ്വാസമാകട്ടെ മാത്യു ചെമ്പുകണ്ടം. 1, യഹോവയും അള്ളാഹുവും ഒന്നാണോ? 2, യേശുവും ഈസയും ഒന്നാണോ? 3, ബൈബിളിലെ വിശുദ്ധ മറിയവും ഖുറാനിലെ മറിയവും ഒന്നാണോ? 4, അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണോ? 5, ബൈബിളും ഖുറാനും ഒരേ ദൈവത്തിൽ നിന്നാണോ? 6, ക്രൂശിക്കപ്പെടാത്ത ഈസയെ പ്രസംഗിക്കുന്നത് എന്തിന്? 7, വിവാഹത്തിന് മൂല്യമുള്ളത് ബൈബിളിലോ ഇസ്ലാമിലോ? 8, മാരിയോ ജോസഫിന് ഖുറാൻ പരിശുദ്ധമാണ്, മാത്യു ചെമ്പുകണ്ടത്തിന് ഖുറാൻ പരിശുദ്ധമാണോ? ഈ 8 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഒരു മറുപടി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തരിക. ഇനി മാരിയോ പറഞ്ഞതുപോലെ സഭയിലുള്ളവർ വിലക്കിയെങ്കിൽ ഇതാ അതേ സഭയിലുള്ളവർ തന്നെ പുസ്തകം ഇറക്കിയിട്ടുണ്ട് മാരിയോ. അപ്പോൾ ആരെയാണ് മാരിയോ താങ്കളും സഭയും കൂടെ ചേർത്ത് പറ്റിക്കുന്നത്? ഞാൻ എന്തെങ്കിലും കത്തോലിക്കലല്ല കേട്ടോ. ഇന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ട്, കത്തോലിക്ക സഭയെ ഉദ്ധരിക്കാൻ നീ ആരാണ്? ഞാൻ ആരുമേ അല്ല, ഞാൻ കത്തോലിക്ക സഭയിലെ ആളല്ല, ഞാൻ കത്തോലിക്ക സഭയുടെ വക്താവുമല്ല, കത്തോലിക്ക സഭയ്ക്കകത്ത് നിൽക്കുന്നവർക്കെതിരെ പറയാം. പക്ഷെ യേശു ഈസ ഒന്നാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അള്ളാഹു യഹോവ ഒന്നാണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് മറുപടി. പിന്നെ മാരിയോ ജോസഫിന്റെ ഒരു വീഡിയോ കൊണ്ടുപോയിട്ടിട്ട് അള്ളാഹു യഹോവയും 2 ആണെന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കാണിക്കാറുണ്ട്. അത് 7 വർഷത്തിന് മുമ്പുള്ളതാണ്. 2024 ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് 7 വർഷത്തിന് മുമ്പുള്ളതാണ്. പക്ഷെ 4 വർഷത്തിന് മുമ്പുള്ള വീഡിയോയിൽ ഇത് രണ്ടും ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ 24 കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതേ 2020 തന്നെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് താങ്കൾക്ക് ഇനി വീഡിയോ ചെയ്യാം. ഇതേ കത്തോലിക്ക സഭ ഇറക്കിയിരിക്കുന്ന 2 ദിവസം, ഒന്ന് ഇറക്കിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും, ഒരെണ്ണം ഇറക്കിയിരിക്കുന്നത് പാമ്പ്ലാനിയുടെ തലശ്ശേരിയിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി താങ്കൾക്ക് ധൈര്യമായിട്ട് ഈ 2 പുസ്തകം വെച്ചുകൊണ്ട് ഇത് രണ്ടും 2 ആണെന്ന് താങ്കൾക്കൊരു വീഡിയോ ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ നല്ലവനാകുക. അല്ലെങ്കിലും താങ്കൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ ഞാൻ താങ്കളോട് ചേർന്ന് നിൽക്കുന്നത്. താങ്കൾക്ക് നല്ലൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. താങ്കൾക്ക് ദൈവം തന്ന കൃപയാൽ അത് ചെയ്യുക, ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഇത്തരം പഠിപ്പിക്കലുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ മറുപടിക്ക് വന്നത്. അതുകൊണ്ട് മാത്യു ചെമ്പുകണ്ടത്തിനോട് ചോദിക്കുകയാണ്, താങ്കൾ നികൃഷ്ടനും അനാത്മികനും അക്രൈസ്തവയിൽ നിന്ന് മാറാതെ നികൃഷ്ടനല്ലാത്ത, അനാത്മികനല്ലാത്ത, അക്രൈസ്തവനല്ലാത്ത നല്ലൊരു വിശ്വാസിയായിട്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി തരിക. ഓക്കെ, എന്നെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഒരു കാര്യം പറയുന്നു, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നിസ്തുല്യ നാമം. ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ സകല മനുഷ്യരുടെ പാവങ്ങൾക്കായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലായിരിക്കുക. അങ്ങനെ ചെയ്യാത്ത ഒരു യേശുവിനെ നമുക്കറിയില്ല. പേര് മാറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല. നമുക്കറിയാവുന്നയാള് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ക്രൂശിക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനാൽ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.